ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലൻ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടവരുണ്ടോ കൂട്ടുകാർ? അതേപോലെ തന്നെ കഴിച്ചവരുണ്ടോ? എന്തായാലും നമുക്കിന്നത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മുടെ ഒരു ആടിൻ്റെയൊക്കെ കാലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം ടെക്സ്ചറല്ലേ വന്നിട്ടുള്ളത്. സംഭവം അത് തന്നെയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല കേട്ടോ. പേര് പോലെ തന്നെ ഇതിന് നമ്മൾ ആട്ടുകാൽ കിഴങ്ങ് നട്ടോ പറയാറ്. ഇത് നമുക്ക് പ്രകൃതി നേരിട്ട് കനിഞ്ഞറിഞ്ഞ് തന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ആടിൻ്റെ കാലിൻ്റെ സെയിം ടെക്സ്ചറിൽ നോക്കി ആ ഒരു കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കിഴങ്ങോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വളവുകളൊക്കെ ആയിട്ട് നോക്കിയാൽ കറക്റ്റ് നമ്മുടെ ആടിൻ്റെ കാലിൻ്റെ സെയിം ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആടിൻ്റെ കാലിലൊക്കെ ചെറിയ ചെറിയ ആ ഒരു ഹെയറുകൾ ഉണ്ടാവില്ല, ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നോക്കി ചെറിയ ചെറിയ പൊടി പൊടി പോവുക, നന്നായിട്ട് ഫുള്ള് ഹെയറിന് കിട്ടും. അപ്പോൾ ഈ ഒരു തോലൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുക കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം. അതുപോലെ നല്ല കാറ്റിൻ്റെ കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കാറ്റ്, നല്ല തണുത്തൊരു കാറ്റാണ്. പിന്നെ ഈ ഒരു സംഭവം നമുക്കങ്ങനെ എല്ലാ ടൈമിലും കിട്ടാറുമില്ല, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ലഭ്യമല്ല. ഇത് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹിൽ സ്റ്റേഷൻസിലും അതേപോലെ തന്നെ പാറകളുടെയൊക്കെ ഇടയിൽ കൂടി ആയിട്ട് നോക്കി അതിലിങ്ങനെ പൊടി പൊടി രോമം ഇങ്ങനെ കറക്റ്റ് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ കറക്റ്റ് ശരിക്കും ഒരു ആടിൻ്റെയൊക്കെ കാലിങ്ങനെ കയ്യിലെടുക്കുന്ന അതേ ഫീലാണ്. പിന്നെ ആട്ടുകൾ കിഴങ്ങ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. കാരണം ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ആട്ടുകൾ കിഴങ്ങ് നമുക്കങ്ങനെ അപൂർവമായിട്ടാണ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അതിലേറെ ഒരുപാട് ഗുണങ്ങൾ കൂടി ഈ ഒരു ആട്ടുകാൽ കിഴങ്ങിനുണ്ട് കേട്ടോ. മാത്രമല്ല മരങ്ങളിലൊക്കെ പറ്റി പിടിച്ചാണ് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് വളരാറുള്ളത്. നമ്മൾ ആടിൻ്റെയൊക്കെ പല ഭാഗങ്ങൾ പല രീതിയിൽ സൂപ്പാക്കിയിട്ട് കുടിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ ഡബിൾ പവറാണ് നമുക്ക് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് തരുന്നത് കേട്ടോ. കാരണം ഒരുപാട് ആയുർവേദിക് മെഡിസിനിലും ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് യൂസ് ചെയ്യുന്നുണ്ട്. പലതരം ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഒരു കഴിവുള്ള ആശാനുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ തപ്പി നടന്നാലൊന്നും ഈ ഒരു ആശാനെ കാണില്ല കേട്ടോ. എന്നാലും നമ്മളും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരത്തിൽ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവാറില്ല, എന്നാലും ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആട്ടുകാൽ കിഴങ്ങ് ഉണ്ടായി നിൽക്കണം. അപ്പോൾ എന്നാലും അത് ഞാൻ വഴിയെ ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നതിലൂടെ നമുക്ക് ജോയിൻറ്റ് പെയിൻ, അതുപോലെ തന്നെ നടുവേദന, മാത്രമല്ല നമ്മുടെ മുട്ടുവേദന, കൈകാൽ വേദന, അങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരവേദനകൾക്ക് വളരെ നല്ലൊരു ഔഷധ ഗുണം തന്നെയാണ് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് തരുന്നത്. നോക്കി സെയിം ആ ഒരു ആടിൻ്റെ കാലുള്ള അതേപോലെ തന്നെ ഹെയറിനെ കേട്ടോ ആ ഒരു കിഴങ്ങിൻ്റെ മേളിൽ കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ആ ഒരു ആട്ടുകാൽ കിഴങ്ങിനെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ആവരണം എന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു ഹെയർ പോലത്തെ ഒരു സംഭവം അത് ഫുള്ള് നമ്മൾ ചുരണ്ടി കളഞ്ഞതിന് ശേഷം ആ ഒരു കിഴങ്ങ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും പലതരം അലർജിക് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വളരെ കഴിവുള്ള ഒരു സംഭവം തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടതാ നമ്മുടെ ആട്ടുകാൽ കിഴങ്ങ് പറ്റി പിടിച്ച് നിൽക്കുന്നത് മരമാട്ടോ ഇത്. അപ്പോൾ ഈ മരത്തിൽ ഓൾറെഡി നമ്മുടെ കൊടി കയറി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആട്ടോ ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് നന്നായിട്ട് തന്നെ പറ്റി പിടിച്ച് പോയിട്ടുള്ളത്. നോക്കി ആ ഒരു ഉണങ്ങിയ ഇല പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ ഈ ഒരു ആട്ടുകാൽ കിഴങ്ങുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഒരുപാട് നാൾ നമുക്ക് കേട് കൂടാതെ യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ മണലുണ്ടെന്നുണ്ടെങ്കിൽ മണലിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് ഇത്തിൽക്കണ്ണി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഏത് മരത്തിലാണോ പറ്റി പിടിച്ച് വളരുന്നത്, അപ്പോൾ ആ ഒരു മരത്തിൻ്റെ വെള്ളവും വളമൊക്കെ ഇത് വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു ആശാൻ വളർന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ വരിക്ക് ഇങ്ങനെ ആ ഒരു മരം ഫുള്ള് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത്തിൽക്കണ്ണി പോലെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്നത്. പിന്നെ ഈ ഒരു കിഴങ്ങിൻ്റെ മേളിലേക്ക് കേട്ടോ ഇതിൻ്റെ ഇലയും ഫോം ചെയ്യും. എന്തായാലും ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് വെച്ചിട്ട് ഒരു വട്ടേക്ക് നിങ്ങൾ സൂപ്പ് വെച്ചിട്ട് കുടിക്കേണ്ടതാട്ടോ. കാരണം അത്രയും ബെനിഫിറ്റാണ് നമ്മുടെ ഹെൽത്തിന് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങിൻ്റെ സൂപ്പിന്. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒരു വട്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. കാരണം എപ്പോഴും നമുക്ക് ആട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ. അതായത് ആടിൻ്റെ മീറ്റ് ആയാലും അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങൾക്കും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉണ്ട്. അപ്പോൾ എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ്. കാരണം ആടിൻ്റെ കാലിൻ്റെയും അതുപോലെ തന്നെ ആടിൻ്റെ പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സൂപ്പിൻ്റെ ഡബിൾ പവർ തന്നെയാണ് നമുക്ക് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സൂപ്പിനും തരാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ തമിഴ്നാട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആട്ടുകാൽ കിഴങ്ങ് സെപ്പറേറ്റ് നമുക്ക് മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. കാരണം ആ ഒരു ഭാഗത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു മലയാളികളെക്കാട്ടിലും കൂടുതൽ അവരാണ് ഈ ഒരു ആട്ടുകാൽ കിഴങ്ങ് വെച്ചിട്ട് സൂപ്പും അതുപോലെ തന്നെ ആട്ടുകാൽ കിഴങ്ങിൻ്റെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള യൂസ് അങ്ങോട്ടേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം കണ്ടുപരിചയമുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ആശയം പുതിയൊരു അതിഥി തന്നെയായിരിക്കില്ലേ. എന്തായാലും പ്രകൃതി നമുക്ക് കനിഞ്ഞരികിലിരിക്കുന്ന ഈ ഒരു സംഭവം അത്ര നിസ്സാരക്കാരനല്ലാത്തതുകൊണ്ട് തന്നെ കടയിൽ പോയാലും അത്യാവശ്യം നല്ല റേറ്റിന് കൊടുക്കാറുണ്ട്. അതിന്
കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 400-450 രൂപ വരെ റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ കണ്ടന്റ് തന്നെയാണ് കേട്ടോ കാൽഷ്യം. കാൽഷ്യം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഒരുപാട് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ റിച്ച് സോഴ്സ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ലൊരു ബലം തന്ന് നല്ലൊരു സ്ട്രോങ് ആയ ഒരു പ്രായം കഴിഞ്ഞ മുട്ടുവേദനയും അതുപോലെ തന്നെ കൈകാല് വേദനയൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തോളൂ. താഴ്ഭാഗം മണ്ട വരെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആട്ടുകാൽക്കാർക്ക് പറ്റി പിടിച്ച്. നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുള്ള പരിപാടി തന്നെയാണ്. ഇല കൊണ്ട് കവറിങ് ആട്ടോ ഓരോ കിഴങ്ങുകളും നന്നായിട്ട് തന്നെ. നല്ല സ്ട്രോങ് ആയിട്ടാണ് വെയിലും ആ ഒരു ചെടി നന്നായിട്ട് തലയിലേക്ക് ചെയ്യുന്നില്ല. രക്ഷയില്ലാട്ടോ, ഇതിനൊന്നും വലിച്ചിട്ടൊന്നും വരുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല കൈസ്. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ പറിച്ച് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നോക്കിയതാ നന്നായിട്ട് കിഴങ്ങുണ്ടായിട്ടുണ്ട് കേട്ടോ, അതിൽ പറ്റി പിടിച്ച്. അതേപോലെ തന്നെ ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു മരത്തിലാണോ പറ്റിപ്പിടിച്ച് വളരുന്നത് ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവാറുണ്ട്. ഒരുപാട് സംഭരണ കാവ്യങ്ങൾ കൊണ്ടാട്ടോ ഈ ആട്ടുകാൽക്കിഴങ്ങ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം ഞങ്ങൾക്ക് പറിച്ചെടുക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ലാട്ടോ. നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൈവച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് അത്ര പോസിബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു വാക്കപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ കൈക്ക് അത്രയും സ്ട്രോങ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുക്കാനാണ് വേണ്ടി. നോക്കി ഇതൊക്കെ നല്ല കിഴങ്ങായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റേജിലായിട്ട് താഴേക്കൂടെ ഇഷ്ടംപോലും കിട്ടും. നമുക്ക് ഇതൊക്കെ പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് കണ്ടോ ഗൈസ്, അതിലൊക്കെ അതേപോലെ ഇലയുണ്ട്. ഇലയൊക്കെ ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പച്ച ഇലകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നു. മേളിലേക്ക് ഇട്ടോ, പക്ഷേ അത് ഫുള്ള് നമ്മുടെ ഈ ഒരു കൊടി വന്ന് മൂടിയിട്ട് നമുക്ക് ആ ഒരു മേളിലേക്കുള്ള ഒരു പച്ചപ്പുള്ള ഇല കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ ക്യാമറയിലേക്ക് കാണുന്നത് കുറവായിരിക്കും, പക്ഷേ എനിക്കൊരു താഴെ നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഈ ഒരു ആശാനെ വെച്ചിട്ട് നല്ലൊരു കിഡിലൻ സൂപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ സൂപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരായാലും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങിൻ്റെ സൂപ്പ്. അപ്പോൾ നോക്കിയാൽ പൊട്ടിച്ചപ്പോൾ തന്നെ ആ ഒരു നല്ല തണുപ്പായിട്ടുള്ളിൽ നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിട്ട് നോക്കി നല്ല ഫ്രഷ് ആയിട്ട് ഇത്രയും പുതിഞ്ഞൊരു സംഭരണ കവചങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നോക്കി ഇനി ഈ ഒരു മുകളിലുള്ള ഒരു ഹെയർ പോലെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു തോലുകൾ അത് ഫുള്ളായിട്ട് നന്നായിട്ട് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇടിയിലിട്ട് നന്നായിട്ട് ചതയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലി സൂപ്പ് ഉണ്ടാക്കുമല്ലോ, നമ്മുടെ ജീരകം അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മണം തന്നെ ഇട്ടതിന്, കാരണം നമ്മുടെ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മണം തന്നെ വേറൊരു ടൈപ്പ് മണം തന്നെയാണ്. അപ്പോൾ എന്തായാലും നോക്കി നമുക്കിങ്ങനെ കൈവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് ആ ഒരു ഹെയർ നന്നായിട്ട് റിമൂവ് ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഓരോ കിഴങ്ങിനും ഇതേപോലെ നന്നായിട്ട് പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇത്രയും രോമം പോലത്തെ ഈ ഒരു സംഭവം, അതായത് ആ ഒരു തോലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുതന്നെ കുറച്ച് ദിവസം വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോകില്ല. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലോ അതേപോലെ തന്നെ മണലിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരുപാട് നാളതുപോലെ കേടുകൂടാതെ നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ ഒരു ടൈം അനുസരിച്ച് നമുക്കിതെടുത്ത് യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ എന്നാലും ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വേർത്ത് വിടരുത്, കാരണം നമ്മുടെ ആട്ടുകിഴങ്ങിൻ്റെ ഡബിൾ പവർ തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ സൂപ്പ് തന്നെ പറയണം. നമുക്ക് ഈ ഒരു ആട്ടുകാൽക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആട്ടുകാൽ സൂപ്പിനെ, കാരണം അതൊരു വെജിറ്റേറിയൻ കൂടിയാണല്ലോ, അത് കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ആരും മിസ്സാക്കരുത്. ഞാനിതാ ഒരു പീസ് എടുത്തതാ തോലൊന്ന് കളഞ്ഞ് നോക്കി നോക്കി നന്നായിട്ട് ഒരു പൊടി പോലെ കേട്ടോ ആ ഒരു ഹെയർ പോയപ്പോൾ നോക്കി കറക്റ്റ് നന്നായിട്ട് പൊടി പോലെ കേട്ടോ. നമ്മുടെ ശരിക്കും ആടിൻ്റെ കാലത്ത് ആ രോമല്ലേ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കുറച്ചുകൂടി ഞാൻ എടുത്തത് ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി സെറ്റാക്കി എടുത്ത് നമുക്കിതാ ഇന്നൊരു കിഡിലൻ ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കണം, നല്ല വെജിറ്റേറിയൻ ആട്ടുകാൽ സൂപ്പ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ആട്ടുകാൽ കിഴങ്ങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കല്ലേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒട്ടും സമയം കളയാനല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ വെക്കാനും മറക്കില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.